9 days ഓഫ് ഓണം അല്ലേ. അപ്പം ഇന്നത്തെ റെസിപ്പി പുളിയിഞ്ചി. പുളിയിഞ്ചി ഇല്ലാതെ എന്ത് ഓണസദ്യ അല്ലേ. അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിയിഞ്ചി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതെ, അതിനുവേണ്ടി ജിഞ്ചർ കുറച്ച് ഞാൻ പീൽ ചെയ്ത് വെച്ചു, ബാക്കി കൂടെ പീൽ ചെയ്തെടുക്കണം. പിന്നെ ഗ്രീൻ ചില്ലി, കറി ലീഫ്, പേലോണിയൻ, കടുക്, മുളക്, പിന്നെ കാശ്മീരി ചില്ലി, വിനെഗറിക് പൗഡർ, ടർമറിക് പൗഡർ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പുളിയും ജാഗ്രി, ശർക്കരയും. അപ്പോൾ ഞാൻ കുറച്ച് പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്കിയും കൂടെ പീൽ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ തുടങ്ങും. ആവശ്യത്തിന് പുളിയും മധുരമൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം പീൽ ചെയ്ത് വെച്ച് എന്നിട്ട് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് കൊത്തി അരിഞ്ഞിട്ട് എടുത്തത്. ചിലർ വറുത്ത് പൊടിച്ചൊക്കെ എടുക്കും, അതിനേക്കാളും ടേസ്റ്റ് കൂടുന്നത് ഇങ്ങനെ കൊത്തി അരിഞ്ഞ് എടുത്തിട്ട് പുളിയിഞ്ചി വെക്കുമ്പോഴാട്ടോ. അപ്പോൾ ഇതേപോലെ കൊത്തി അരിഞ്ഞെടുക്കുക. പിന്നെ ഗ്രീൻ ചില്ലി, കറി ലീഫ്, ചെറിയ ഉള്ളിയൊക്കെ ഇതേപോലെ അരിഞ്ഞു വെച്ചു. നമുക്ക് ആദ്യം ആ പുളിയില്ലേ അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. 2 കപ്പ് അല്ലെങ്കിൽ 3 കപ്പ് വെള്ളത്തിൽ നമുക്കിങ്ങനെ പുളി സോക്ക് ചെയ്തിടാം. പിന്നെ ജാഗ്രി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടി കുറച്ച് വെള്ളത്തിൽ ജാഗ്രി ഇങ്ങനെ മെൽറ്റ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ കൊത്തി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇല്ലേ അത് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞ് കുറച്ച് ചാറൊക്കെ കളഞ്ഞെടുക്കണം. അമ്മ എപ്പോഴും പറയാറുണ്ട് എനിക്കൊരു കട്ടുണ്ടെന്ന്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ. ആ കട്ട് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുന്നത്. പിന്നെ പുളിയും ഇതുപോലെ പിഴിഞ്ഞ് ഫിൽറ്റർ ചെയ്ത് മാറ്റി വെച്ചു. അങ്ങനെ പുളിവെള്ളം റെഡിയായി. പുളി. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ചൂടാക്കിയിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ഇല്ലേ അതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. വറുത്ത് കോരി മാറ്റി വെക്കാം. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ ഇങ്ങനെ ഒത്തിരി ബാക്കി വരും കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് ഫിൽറ്റർ ചെയ്ത് മാറ്റി വെച്ചാൽ വീണ്ടും കടുകൊക്കെ വറുക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഒരു പാനിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കടുക്, മുളക്, ചെറിയ ഉള്ളി, ഗ്രീൻ ചില്ലി, കറി ലീഫൊക്കെ ഇട്ട് വറുത്തിട്ട് കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ പൊടിയില്ലേ ഉലുവപ്പൊടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഉലുവപ്പൊടി നന്നായിട്ട് വറുത്താലേ ഉള്ളൂ ടേസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ കഴിക്കും. പിന്നെ ബാക്കിയുള്ള കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് കോക്കനട്ട് ഓയിൽ കുറവാണെങ്കിൽ നേരത്തെ ഫിൽറ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലില്ലേ അത് വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് പുളിവെള്ളവും പിന്നെ ശർക്കര ജാഗ്രി മെൽറ്റ് ചെയ്ത് വെച്ചില്ലേ അതും അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഉപ്പിട്ട ശേഷം അതൊന്ന് ബോയിൽ ചെയ്ത് വരട്ടെ കേട്ടോ. നന്നായിട്ട് ബോയിൽ ചെയ്ത് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ വറുത്ത് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചിയും ഈ പുളിയും ശർക്കരയും പൊടികളൊക്കെ അതിലിങ്ങനെ പിടിച്ച് വരണം കേട്ടോ. എല്ലാം കൂടിയെന്ന് വിചാരിച്ചിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പയ്യെ ഇതേപോലെ കുക്ക് ചെയ്ത് ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ ഓഫ് ചെയ്തെടുക്കാം. പിന്നെ നന്നായിട്ട് കൂൾ ചെയ്ത് വന്ന ശേഷം നമുക്കൊരു ഭരണിയിലിട്ട് ഓണാകുമ്പോഴത്തേക്ക് റെഡി ആയിട്ടിരിക്കും. ഇതാണ് കൺസിസ്റ്റൻസി കേട്ടോ. പുളിയിഞ്ചിയുടെ കൺസിസ്റ്റൻസിയാണിത്. എല്ലാവരും ഈ റെസിപ്പിയും ട്രൈ ചെയ്ത് വെക്കുക. കുറച്ച് കഷ്ടപ്പാടുള്ള ഞാനിത് നേരത്തെ ചെയ്ത് വെച്ചത് കേട്ടോ.